മുഖം അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ SI നിങ്ങൾ കൊണ്ട് വിളിക്കാം, നോക്കാം. അടിച്ചു പൊട്ടിക്കാൻ പറ്റും നോക്കാം. അത്ര ആർജവമുള്ള SI കൊണ്ട് വിളിക്കാം. ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു മുഖം അടിച്ചു വിളിക്കാന്ന് പറഞ്ഞേ അവനെ കൊണ്ടാ വന്നേക്കുന്നത്. എല്ലാ മുഖം ഒന്ന് അടിച്ചു വിളിക്കും നിങ്ങള്. RSS മാർച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്റെ ഓഫീസിലോട്ട് മാർച്ച്, DCC മാർച്ച് നിങ്ങൾക്ക് അടിക്കണ്ടായിരുന്നല്ലോ. കാല് വെട്ടുമെന്ന് പറഞ്ഞു, തല വെട്ടുമെന്ന് പറഞ്ഞു, നിങ്ങൾക്കൊന്നും ചെയ്യണ്ടായിരുന്നല്ലോ. RSSന്റെ ഓഫീസിലോട്ട് മാർച്ച് നടത്തി നിങ്ങൾക്ക് പ്രശ്നമോ? നിങ്ങൾ കണ്ടതാണല്ലോ അവിടെ ഉണ്ടായിരുന്നു പ്രകോപനം. എന്തിനാ സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്തത്? രാവിലെ ഉദ്ഘാടനം MP രമേശ് തൊട്ടോ സന്ദീപ് വാര്യരെ കൊല്ലുമെന്ന് ബാരിക്കേഡിനപ്പുറത്തെന്ന് പറഞ്ഞു ഒരുത്തെങ്കിലും അറസ്റ്റ് ചെയ്തോ? നിങ്ങൾ കണ്ടതല്ലേ? എന്റെ കാല് വെട്ടുമെന്ന് പറഞ്ഞു, തല വെട്ടുമെന്ന് പറഞ്ഞു കേസിൽ കേട്ടോ. BJPക്കെതിരായിട്ട് സമരം നടത്തുമ്പോൾ മാത്രം ഇവർക്ക് അടിക്കല്. എന്റെ 2 സ്റ്റാഫുകൾ റോഡ് സൈഡിൽ നിൽക്കുക, അവരെ അടിച്ചു. സ്റ്റാഫാന്ന് പറഞ്ഞപ്പോൾ പറയാ ആ ഓഫീസിൽ പോയിരിക്കണം, അവരാണ് തീരുമാനിക്കുന്നത് എന്റെ സ്റ്റാഫോട് ഇരിക്കണമെന്ന്. അവർ സമരം ചെയ്തെങ്കിലും അടിക്കാൻ പറ്റുള്ളൂ. പാലക്കാട് പോലീസ് വല്ലാതെ അങ്ങ് ഒരു സംഘിപ്രീണനമുണ്ട്, അത് കൈവച്ചിരുന്നാൽ മതി. മുനിസിപ്പാലിറ്റി മാത്രമേ അവർ ഭരിക്കുന്നുള്ളൂ. മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള സ്റ്റേഷൻ അവരല്ല ഭരിക്കുന്നത്, RSS അല്ല. നിങ്ങളിപ്പോ കണ്ടില്ല എത്ര പോലീസുകാരെ ഞാൻ മാറ്റിവിട്ടു. ഇവരെന്തിനാ ലോ ആൻഡ് ഓർഡർ ഇനാക്ട് ചെയ്യാൻ വരുമ്പോ എന്തുകൊണ്ട് ഒരു യൂണിഫോം ഇടാത്തത്? സിവിൽ ഡ്രസ് ഇരിക്കുക. എന്നെ പിടിച്ചു മാറ്റിയ മൊത്തം സിവിൽ ഡ്രസ്സുകാരന്മാര്. ഞാൻ ചോദിച്ചു നിങ്ങൾ പോലീസാണോ? ആണെന്ന് പറഞ്ഞു. മാറിയിക്കാൻ പറഞ്ഞു. യൂണിഫോമോട് കൂടിയല്ലേ പോലീസുകാരൻ. ലോ ആൻഡ് ഓർഡർ ചെയ്യണമെങ്കിൽ യൂണിഫോം വേണ്ടേ? പോലീസ് മാനുവലിന്റെ പാർട്ടല്ലേ? അതല്ലാതെ അവർക്ക് എങ്ങനെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ പറ്റുക? ഇവിടെ കോൺഗ്രസ് സമരം ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസ് CPMന്റെ ഓഫീസിൽ പോയി അവർക്ക് പ്രശ്നമില്ല. ഇനി അതാണെന്ന് വിചാരിക്കണ്ട. കഴിഞ്ഞ ദിവസം ഇവിടെ ഗണേഷ് കുമാർ വന്നു, ഞാനുണ്ടായിരുന്നു, ശ്രീകണ്ഠൻ MP ഉണ്ടായിരുന്നു. ഞങ്ങൾക്കെതിരായിട്ട് പ്രതിഷേധം ഉണ്ടായി. പോലീസ് പ്രശ്നമില്ല. അത് BJPയുടെ പ്രതിഷേധ. പക്ഷെ BJP ഓഫീസോട് ഒരു പ്രതിഷേധം പോയി കഴിഞ്ഞാൽ ഇവർക്ക് അസ്വസ്ഥതയാണ്. നമുക്ക് നോക്കാം.